കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ അധ്യാത്മരാമായണം ഭരതൻ്റെ ആഗമനം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് രാമായണ യാത്രയുടെ ഈ പുതിയ ഭാഗത്തേക്ക് കടക്കുന്നത്. ഭരതൻ്റെ ആഗമനം. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വായിച്ച് നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ ദശരഥൻ മരിക്കുന്ന കാര്യമാണ്. ആ അവസരത്തിൽ അദ്ദേഹത്തിന് വളരെയേറെ ദുഃഖമുണ്ടായിട്ടുണ്ട്. കാരണം അന്തകമുനിയുടെ ആ ഒരു ശാപം. അപ്പോൾ ശാപം ലഭിക്കാൻ ഇടയായ ആ ദശരഥൻ മക്കളെ ഓർത്ത് ദുഃഖിച്ച് മരണമടഞ്ഞതായിട്ടാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. സാധാരണഗതിയിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തും. ഗൾഫിലായാലും വേണ്ടില്ല, ഡൽഹിയിലായാലും വേണ്ടില്ല, എവിടെയായാലും എത്തും. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഭക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടും മുഴറിസ സംഭ്രമം അന്തഃപുരമകം പുക്കരുളി ചെയ്തു തൈലമയന്ത്രോണി തന്നിലാക്കും ധരാപാലകൻ തന്നോടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യം മകം പൂക്കു ചൊല്ലുക. നോക്കൂ, ഈ ദശരഥൻ മരിച്ചപ്പോൾ ദശരഥനുമായിട്ട് ആത്മബന്ധമുള്ളവരായിരുന്നു ആ അന്തഃപുരത്തിലുള്ള മുഴുവൻ ആൾക്കാരും. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ഇത്രയും നേരം നമ്മളോട് നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് ഈ ദശരഥ മന്നൻ. അപ്പോൾ ആ ദശരഥനാണ് ഇപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത്. ഒരു രാജാവിൻ്റെ ആ ഒരു അഹങ്കാരത്തോടു കൂടി ഇന്നേ വരെ പ്രജകളോട് പെരുമാറാത്ത ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളായിരുന്നു ദശരഥൻ. അപ്പോൾ ആ ദശരഥൻ്റെ വേർപാട് അവർക്ക് സഹിക്കാവുന്നതിലും ഏറെയായിരുന്നു. അവർ ഈ ദശരഥൻ്റെ ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ വാവിട്ട് കരയുകയാണ് ചെയ്യുന്നത്. ഈ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ആ സൂര്യവംശത്തിൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മുനി അവിടേക്ക് എത്തുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. എന്തോ വലിയ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അന്തഃപുരവാസികൾ എല്ലാവരും ഒന്നടങ്കം ഒന്നിച്ച് കരയാൻ ഇടവരില്ലല്ലോ. അപ്പോൾ അതറിയാൻ വേണ്ടി അവിടത്തേക്ക് വരുന്നു. അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ഓരോ സ്ത്രീജനങ്ങളും മറ്റുള്ളവരൊക്കെ തൻ്റെ നെഞ്ഞത്തടിച്ച് കരയുന്ന കാഴ്ചയാണ്. കാരണം അത്രയും പ്രിയപ്പെട്ടത് വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം അവർ നെഞ്ഞത്തടിച്ചുകൊണ്ട് കരയുന്നൊരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ച അവിടെ കാണുന്നു. ഈ അവസരത്തിൽ വളരെ പക്വമതിയായിട്ടുള്ള, അതാണല്ലോ ഗുരു ആവാനും കാരണം, വസിഷ്ഠൻ ഉടനെ പറയുന്നതറിയാം. ഈ ശരീരം എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? എണ്ണത്തോണിയിലിട്ട് വെക്കണം. കേടുവരും. അല്ലെങ്കിൽ നമ്മളറിയാം, ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്പിരിറ്റിലിട്ട് വെക്കലാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഔഷധക്കൂട്ടിലാണ് ശരീരം ഇട്ടുവെക്കുക. എത്ര ദിവസം വെച്ചാലും ഒരു ദോഷവും ഉണ്ടാവില്ല. ശരീരം അതേപടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈലമായിട്ടുള്ള ആ തോണിയിലിട്ട്, തൈലം നിറച്ചിട്ടുള്ള ആ തോണിയിൽ ആ ശരീരത്തെ കിടത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ല എന്ന്. ഇന്നും പല ആയുർവേദ ശാലകളിൽ ഈ എണ്ണത്തോണിയിൽ കിടത്തിയിട്ടുള്ള ചികിത്സയൊക്കെയുണ്ട്.
പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ ശവം കിടത്താൻ പോലും ഇത് ഉപയോഗിക്കും, അത് വലിയ വലിയ ആൾക്കാർ. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ അധിപനാണ് ഇവിടെ മൺമറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇവിടെ മരണമടഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും കുലഗുരുവിൻ്റെ കയ്യിലാണ്. അദ്ദേഹം ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുക ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതറിയാം, ഉടനെ ദൂതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇനി ഇവിടെ ആരാ യുവരാജാവായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ആരാ ഉള്ളത്? ഭരതനാണ്. ആ കൊട്ടാരത്തിൽ ആരുമില്ല. രാമനും ലക്ഷ്മണനും അങ്ങ് പോയി, വനയാത്രക്ക് പോയി. അതിൻ്റെ വിഷമത്തിലേ സംഭവിച്ചത്. ഇനി ഇവിടെ വരേണ്ടത് ആരാണ്? ഭരതനും ശത്രുഘ്നനും വരണം. അവരെവിടെയുള്ളത്? അമ്മാവനായ യുധാജിത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് അതിനെ കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദൂതന്മാരെ അയക്കുകയാണ്. പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നടന്നിട്ട് എപ്പോഴെങ്കിലും അങ്ങ് എത്തിയിട്ട് കാര്യമില്ല, വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഓടി അവർ വിവരം അറിയിച്ചിട്ട് ഭരതനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഭരതനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വേഗതയേറിയ കുതിരകളെയാണ് ഇവരോട് കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത്. ആ കുതിരപ്പുറത്ത് കയറി പോകണമെന്നാണ് പറയുന്നത്. ഇനി എന്താണെന്ന് നോക്കാം. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം, ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകുന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യം മകം പൊക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ, ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലെ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പുക്കൂ. സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോൽപാദവർജിതം. ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനം മകം ബുക്കിതു ചെന്നു. രാജ്യഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവു മുത്തായ ഗാഠമാലിംഗ്യ മടിയിൽ വച്ചു തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലീ മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃ ബാധുജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറഗതി. ഇവിടെ ഈ പറയുന്ന ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അവിടെ എത്തി കാര്യമൊന്നും പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു വലിയൊരു സന്ദേശമാണ്. ആ സന്ദേശം അവിടുത്തെ രാജാവായിട്ടുള്ള കേകയരത്തിലെ രാജാവായിട്ടുള്ള യുധാജിത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തു. യുധാജിത്ത് അത് വായിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഭരതനും ശത്രുഘ്നനും അയോധ്യയിലേക്ക് പോകുവാനാണ് അറിയിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയുന്നു. അതേ കുതിരയിൽ തന്നെ ഇവരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വിടുകയാണ്. ദൂതന്മാർക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് അവിടെ കൊടുക്കുക തിരിച്ചു വരിക, വേറെ ഒന്നുമായിട്ട് ബന്ധമില്ല. ഉടൻ തന്നെ ഇവരങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഈ പോകുന്ന അവസരത്തിൽ ഇവർക്ക് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ, ഒരു വിഷമം, എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഉടനെ എത്തണമെന്ന് പറയാനില്ല. കാരണം എന്താ, അല്ലെങ്കിൽ ദൂതന്മാർ അവിടെ എത്തി ഒരു ദിവസം താമസിച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് ആലോചിച്ച് ചിലപ്പോൾ 2, 3, 4 ദിവസങ്ങൾക്ക് ശേഷം വന്നാൽ മതി. ഇതങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഉടൻ
വിവരമറിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യമാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തോ ഒരു അത്യാഹിതമുണ്ടോ ഇവരിങ്ങനെ ചിന്തിക്കുകയാണ്. അത് സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ആയി പോകുമോ, അല്ല അച്ഛനായിപ്പോയോ എന്നൊരു സംശയം. കാരണം അപകടം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപകടം സംഭവിച്ചത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഇത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏട്ടനാണോ അല്ലെങ്കിൽ അച്ഛനാണോ എന്താണെന്നൊരു എത്തും പിടി ഇവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആ സന്തോഷമൊക്കെ പോയി വളരെ ഒരു മാനസികമായി തളർന്ന പോലെയാണ് ഭരതനും ശത്രുഘ്നനും ഈ പറയുന്ന അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ എത്തുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? അവിടെയുള്ള ഐശ്വര്യമെല്ലാം കെട്ടതുപോലെ. അവിടെ ജനങ്ങളെല്ലാം മൂകരായിരിക്കുകയാണ്. ആരും സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം മാത്രമേ കാണാനുള്ളൂ. ആരും സന്തോഷവാന്മാരായിട്ട് ആരെയും കാണുന്നില്ല. കുട്ടികൾ പോലും ഒരു ബാധ പിടിച്ച പോലെ, എല്ലാം കൂടി മൂടൽ മഞ്ഞ് വീണ പോലെ, എല്ലാം തളർന്നതുപോലെ, മാനസികമായിട്ട് സന്തോഷമില്ലാത്തൊരവസ്ഥ. എവിടെയും ഒരു തേജസ് കാണാനുമില്ല. എല്ലാം ഇരുട്ടടച്ചതുപോലെയാണുള്ളത്. രാജകൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതന്നെ അവസ്ഥ. എല്ലാ സ്ഥലത്തും നോക്കുമ്പോഴും ഒരു സന്തോഷമുള്ളതോ, ആരും ഉറക്കെ സംസാരിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ കുശുകുശിക്കുന്നു. അപ്പോൾ തോന്നി എന്തോ ഒരു അപാകത ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവർ വന്ന് നേരെ പോകുന്നത് രാമന്റെയും ലക്ഷ്മണന്റെയും ഗൃഹത്തിൽ പോയി നോക്കി. അവിടെ ഇല്ല. ആദ്യം പോയി നോക്കുന്നത് ചേട്ടന്മാർക്ക് എന്താ ആയോ എന്നുള്ളത്. ചേട്ടനോട് അത്രയും വേറെ സ്നേഹമുണ്ടാവാൻ കാരണമുണ്ട്. എന്താണ്? സാക്ഷാൽ നാരായണനായ മഹാവിഷ്ണുവിൻ്റെ ഒന്നിച്ചുള്ള ഭരതൻ ആരാ? ശംഖാണ്. ശത്രുഘ്നൻ ആരാ? ചക്രമാണ്. അപ്പോൾ ആ ഭഗവാന്റെ അരികിലേക്കല്ലേ എത്തിച്ചേരുക. അവർ വേഗം അവിടെ പോകുമ്പോൾ രാമനെയും കാണാനില്ല, ലക്ഷ്മണനെയും കാണാനില്ല. പിന്നെ നേരെ എവിടേക്ക് പോകണം? സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർ കൈകേയിയെ നേരെ നമസ്കരിച്ചു. ഈ പുത്രനെ കണ്ടപ്പോൾ ഈ കൈകേയിക്ക് സന്തോഷമായി. കാരണം എന്താ? തൻ്റെ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നടത്തിയത്. അപ്പോൾ ആ കൈകേയിക്ക് മകനെ കണ്ടപ്പോൾ സന്തോഷമായി, പിടിച്ച് ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉഥായ ഗാഠമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കേ മുകുർനാശു ചോദിച്ചിതു ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ. മാതാവിനോടും പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾ പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൽ എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാർ. തൽപിതാവെന്നു കേട്ടൊരു വരദനും ക്ഷോണീതലേ ദുഃഖ വിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനത്രയും. നോക്കൂ, ഇവിടെ ഈ കൈകേയി മാതാവിനോട് ഭരതൻ ചോദിച്ചു. എന്താ ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞു. രാമലക്ഷ്മണന്മാരെ കാണുന്നില്ല, പിന്നെ തൻ്റെ അച്ഛനെയും കാണുന്നില്ല. അച്ഛനെ ചോദിക്കാൻ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതാണ് പിന്നീടുള്ള വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? അച്ഛൻ ഇന്നേ വരെ അമ്മയെ വിട്ട് മാറി നിൽക്കാറില്ല എന്നുള്ളതാണ്. അച്ഛൻ ഭരണകാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ കൈകേയിയുടെ അന്തപുരത്തിലാണ് എത്തുക. അപ്പോൾ ഈ ഭരതൻ പറയുന്നത്, എനിക്ക് അച്ഛനെ കാണാത്തതുകൊണ്ട് മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. അച്ഛൻ എപ്പോഴും അമ്മയുടെ അരികിലാണ് ഉണ്ടാവുക, പക്ഷെ ഇവിടെ അമ്മയുടെ അരികിൽ അച്ഛനെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് സംശയം ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇപ്പോഴെന്തുകൊണ്ടാണ് അമ്മ ഒറ്റയ്ക്ക് കഴിയുന്നത്? അതാണ് ഒരു സംശയം ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ അച്ഛനെ കാണാത്തതുകൊണ്ട് എനിക്ക് മനസ്സിൽ ദുഃഖവും ഭീതിയും ഒക്കെയുണ്ട്. എൻ്റെ പിതാവ് എവിടെയാണ് എന്നാണ് ഈ ഭരതൻ ഈ അമ്മയോട് ചോദിക്കുന്നത്. ഇപ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? എൻ്റെ മകൻ എന്തിനാ ദുഃഖിക്കുന്നത്? നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചു കഴിഞ്ഞു. ഈ അശ്വമേധാദി യാഗങ്ങളൊക്കെ നടത്തി ലോകം മുഴുവൻ കീർത്തി നേടിയ സൽപുരുഷന്മാരുണ്ടല്ലോ, ആ സൽപുരുഷന്മാർക്ക് എന്താണോ അവസാനം ഉണ്ടായിട്ടുള്ളത്, ആ ഗതിയിലേക്ക് നിന്റെ അച്ഛനും പോയി കഴിഞ്ഞു. കാരണം ഈ അശ്വമേധാദി യാഗം നടത്തിയ ആളാണ് ആര്? ഈ പറയുന്ന ദശരഥൻ. ആ ദശരഥൻ ഒരുപാട് സൽകീർത്തിയൊക്കെ നേടി സൽഗതി ലഭിച്ചു പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നർത്ഥം. ഇത് കേട്ടപ്പോൾ ഈ പറയുന്ന ഭരതൻ പൊട്ടിക്കരയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹം ഭൂമിയിൽ വീണ് ഉരുണ്ട് കരയുന്ന ഒരവസരം നമുക്ക് കാണാൻ കഴിയുന്നു. ഇനിയുള്ള ഭാഗമാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഈ രാമായണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം തിരുത്തിക്കുറിച്ച ഭാഗമാണ് അഭിഷേക വിഘ്നമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഭാഗം നമുക്ക് വളരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയായിട്ടുള്ളൊരു ഭാഗവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എത്രയോ കുടുംബങ്ങൾ ശിഥിലമാക്കിയ ഭാഗമാണ് ഇവിടെയുള്ളത്. സ്വത്തിന് വേണ്ടിയുള്ളത്. ആ സ്വത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന മുഴുവൻ ജനങ്ങളും രാമായണത്തിൻ്റെ ഇനിയുള്ള ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാകുന്നത്. ഇപ്പോൾ നമ്മളിത് ജീവിതത്തിൽ പകർത്താത്ത ഈ രാമായണത്തിലുള്ള കൈകേയിമാരെ പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ കുടുംബ ബന്ധം തകർക്കുന്നതും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇനി നടക്കുന്ന ഭാഗം, ഇനി വായിക്കുന്ന ഭാഗം നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു കുടുംബത്തിലും ആത്മഹത്യ പോലും ഉണ്ടാകില്ല എന്ന് കാണിച്ചു തരികയാണ് രാമായണത്തിലുള്ള ഇനിയുള്ള ഭാഗം. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഏതായാലും ഈ ഭാഗം എല്ലാവരും ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അവസരത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.